ഡോക്ടർ വി പി മുസ്തഫ ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നതിൽ ഉറപ്പായും രാഷ്ട്രീയമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ എന്താണ് 100% വസ്തുതാപരമാണോ എന്ന് ചോദ്യം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ അനർഹമായി നേടിയത് എന്താണ് എന്ന നറേറ്റീവ് സത്യമാണോ എന്നറിയാൻ സർക്കാർ ധവളപത്രം ഇറക്കണം, അത് സത്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു പ്രീണനമുണ്ടായി എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ മുസ്ലിം വിഭാഗത്തെ ഒപ്പം നിർത്താൻ നടത്തിയ അതിരുകടന്ന നീക്കം മറ്റു വിഭാഗങ്ങളുടെ വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന് CPM പരിശോധിക്കേണ്ടതാണ്. അത് സന്ദീപ് വാര്യർ പറയുന്നതുകൊണ്ടോ ജ്യോതികുമാർ ചാമക്കാൽ പറയുന്നതുകൊണ്ടോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതുകൊണ്ടോ എതിർക്കേണ്ട ഒന്നല്ല. 2, ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ശത്രുവായി, കോൺഗ്രസിനെ ശത്രുവായി CPM കണ്ടു, BJP-യേക്കാൾ കൂടുതൽ. അതും ഈ നാട് മുഖവിലക്കേ എടുത്തില്ല എന്നുള്ളതും നിങ്ങളെ ചർച്ചയ്ക്ക് വിശദമായി പ്രേരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളല്ലേ മുസ്തഫ? അല്ല, അതിലൊന്നും തർക്കമില്ലല്ലോ ഹാഷ്മി. ഞങ്ങൾ കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു വിജയം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും CPIM തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ എന്തുകൊണ്ട് തോറ്റു അത് പരിശോധിച്ചേ പറ്റൂ. അതിനുള്ള എല്ലാ മെക്കാനിസവും ഉള്ള പാർട്ടിയല്ലേ ഇത്. 2019 ഇതുപോലെ തോൽവിയല്ലേ ഞങ്ങൾക്കുണ്ടായത്. ഈ ഹാഷ്മിക്ക് ഞാൻ പഴയത് പറയുമ്പോഴാണല്ലോ വിഷമം. 2019 എന്ന് പറഞ്ഞാൽ വളരെ വളരെ പണ്ടുള്ള കാലമല്ലല്ലോ, 5 വർഷം മുമ്പ്, വളരെ അടുത്ത ഭൂതകാലമായിരുന്നല്ലോ. അന്നും ഞങ്ങൾ ഇതുപോലെ തോക്കുകയല്ലേ ചെയ്തത്. അന്നും മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് പോയിട്ടില്ലേ, അന്നും ഹിന്ദു വോട്ട് പോയിട്ടില്ലേ, അന്നും ക്രിസ്ത്യാനി വോട്ട് പോയിട്ടില്ലേ, എല്ലാ മനുഷ്യരുടെയും വോട്ട് പോയിട്ടുണ്ടല്ലേ ഞങ്ങൾ 2019 ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങിയത്. പക്ഷേ ആ തോൽവി ഞങ്ങളെ അങ്ങ് പൂർണ്ണമായിട്ടും കൂമ്പടപ്പിച്ചോ. 2019 ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും ഇല്ലാതായി പോയോ? ഞങ്ങളെല്ലാം അങ്ങ് അസ്തമിച്ചു പോയോ? തൊട്ടുപിറകെ 2020 1.5 വർഷം കഴിയുമ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശബരിമലയിൽ ഉൾപ്പെടെ ഞങ്ങൾ തിരിച്ചു വന്നില്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണോ 2019 ഞങ്ങളെ എതിർത്ത് തോൽപ്പിച്ചത്, അതേ ജനത ചരിത്ര വിജയം സമ്മാനിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷമല്ലേ ജയിച്ചത്? സാക്ഷാൽ ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷമല്ലേ ജയിച്ചത്? ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഗുരുവായൂർ അമ്പലം ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ ഞങ്ങളല്ലേ ജയിച്ചത്? അനന്തപത്മനാഭന്റെ മണ്ണിൽ ഞങ്ങളല്ലേ ജയിച്ചത്? അതുകൊണ്ട് ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കളൊക്കെ പോയിരിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് വല്ലാതെ അങ്ങ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചാൽ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിലുണ്ടായ തോൽവി, വാരണാസിയിൽ ക്ഷേത്ര നഗരത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി വിറച്ചുപോയത് മറക്കണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സീതാപൂരും ശ്രാവസ്തിയും കൂട്ടത്തിലുണ്ട്. അത് BJP ആണ്. അവിടെ സീതാപൂരും ശ്രാവസ്തിയും അടക്കം തിരിച്ചടിയുടെ സ്ഥലമാണ്. പക്ഷേ ശ്രീ മുസ്തഫ, നിങ്ങൾ BJP അല്ല, നിങ്ങൾ CPM ആണ്. നിങ്ങൾ ഈ പറഞ്ഞ മതേതരമായ ചിന്ത മുന്നോട്ട് വെക്കേണ്ടവരാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രീണന രാഷ്ട്രീയമോ 10 വോട്ട് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും വിഭാഗത്തോട് പ്രീണനം നടത്തേണ്ടവരല്ല. ഇപ്പം നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം അത് ആത്മാർത്ഥമാണോ എന്ന് സംശയമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചാൽ എല്ലാവരും BJP-യിലേക്ക് പോകും എന്ന ഒരു വലിയ നറേറ്റീവ്. ഒരു 10%, 1% പോലും മുഖവിലേക്ക് എടുത്തിട്ടില്ല കേരളം. ശ്രീ മുസ്തഫ, പണ്ട് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നൊരു നറേറ്റീവ് പൊട്ടി വീണു വേറൊരു തെരഞ്ഞെടുപ്പിൽ. അന്നും നിങ്ങളുടെ ലക്ഷ്യം ധ്രുവീകരണമായിരുന്നു. ധ്രുവീകരണ രാഷ്ട്രീയം നിങ്ങൾക്ക് ചേർന്നതല്ല എന്ന ഒരു കണ്ണുതുറപ്പിക്കൽ പാഠം കൂടിയാകുമോ ഈ പറയുന്ന തോൽവി മുസ്തഫ? ഞങ്ങൾ ഒരു ധ്രുവീകരണ രാഷ്ട്രീയവും നടത്തിയിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ചർച്ച ചെയ്യണ്ടേ? CAA നിയമം ഞങ്ങൾ ഇപ്പൊ നടപ്പിലാക്കും എന്ന് വീണ്ടും ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് CPIM പോലെ ഒരു പാർട്ടി പ്രതികരിക്കണ്ടേ? ഗാസയിലെ ഈ ബോംബിങ്ങും നരഹത്യയും കാണുമ്പോൾ സാക്ഷാൽ മാർപ്പാപ്പ ഇന്നലെ ഞായറാഴ്ച സാക്ഷാൽ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മധ്യാഹ്ന പ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? പലസ്തീനിൽ ഇരകളായ കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ സഹായിക്കണമെന്ന. അത് CPIM പറയണ്ടേ? ഇതൊക്കെ എങ്ങനെയാ പ്രീണന രാഷ്ട്രീയമാവുന്നത്? ഞങ്ങൾ ആർക്കെങ്കിലും 5ാം മന്ത്രി സ്ഥാനം കൊടുത്തോ? ഞങ്ങൾക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് സമുദായത്തിന് കൊടുക്കണം. മുസ്തഫ, നിങ്ങൾ CAA-ക്കെതിരെ പറയുകയും CAA-ക്കെതിരെ പ്രതിഷേധിച്ച ആൾക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചു എന്ന് കള്ളം പറയുകയും ചെയ്തു. നിങ്ങൾ UAPA-ക്കെതിരെ സംസാരിക്കുകയും ഇവിടെ UAP എടുക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങളുടെ വർത്തമാനത്തിലും പ്രവൃത്തിയിലുമുള്ള അന്തരം ജനം കാണുന്നതല്ലേ മുസ്തഫ? അതിന് കിട്ടിയ തിരിച്ചടി എന്നുകൂടി ആത്മപരിശോധനാപരമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
പ്രീണനമില്ലല്ലോ. അപ്പൊ പിന്നെ പ്രീണനമില്ലല്ലോ. ഞങ്ങൾ UAP കേസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പൗരത്വ ഭേദഗതി സമരത്തിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രീണനമില്ലല്ലോ. പറയാൻ പോരുത്. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ. പറയാൻ പോരുത്. വാദം പൊളിയുകയല്ലേ. താങ്കൾ തന്നെ പറയല്ല. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ UAP-ക്കെതിരെ ചന്ദ്രഹാസം വളക്കാൻ പോരുത്. അങ്ങനെയെങ്കിൽ CAA-ക്കെതിരെ ഞങ്ങൾ മാത്രമാണ് സംരക്ഷകർ എന്ന് പറയാൻ പോരുത്. താങ്കളാണ് ജ്യോതികുമാർ ചാമക്കാലയുടെയും സന്ദീപിന്റെയും വാദം കേട്ടിട്ട് താങ്കളെ എന്നോട് ചോദിച്ചത്, നിങ്ങൾ BJP അല്ല, നിങ്ങൾ CPM, നിങ്ങൾ ധ്രുവീകരണത്തിന്റെ പുറകെ പോയി. ഞങ്ങൾ പോയിട്ടില്ല. ആ മറുപടി ഞാൻ പറഞ്ഞപ്പോഴാണ് താങ്കൾ തന്നെ പറയുന്നു, ഇതാ CPM അങ്ങനെയല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രീണനം കൊടുക്കുകയും അവരെയെല്ലാം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞങ്ങളോട് എന്തൊരു സ്നേഹ. ഇപ്പം നിങ്ങൾക്കെല്ലാം ഇപ്പൊ വേണ്ടത് എന്താ? ഇപ്പോ ചാമക്കാല തുടങ്ങിയത് എങ്ങനെയാ? മുസ്തഫ ഇവിടെ തള്ളിപ്പറയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. എന്നിട്ട് തൃശ്ശൂരിലേത് അവരുടെ ജനാധിപത്യമെന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ്. ആലപ്പുഴയിൽ നിങ്ങളുടെ യാത്രക്കിടയിൽ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് തള്ളിപ്പറയാൻ ജ്യോതികുമാർ ചാമക്കാല തയ്യാറുണ്ടോ? എല്ലാ മാധ്യമങ്ങളും കാണിച്ചതാണല്ലോ. ആ വാക്ക് സൈലന്റ് ആക്കിയവര്. കാരണം അത് കേൾപ്പിക്കാൻ കൊള്ളില്ല. മുഖ്യമന്ത്രി കേൾപ്പിക്കാം. മുസ്തഫ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചൊരു വാക്ക് പോലെയുള്ള വാക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിളിച്ചത് എന്നങ്ങ് സമ്മതിക്കുന്നുണ്ട്. അല്ല കാര്യം, KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച പോലൊരു വാക്കാണ്. അങ്ങനെ പുറത്തു പറയരുതാത്തൊരു വാക്കാണ്. അങ്ങനല്ലേ ആ താരതമ്യത്തിലൂടെ താങ്കൾ പറയുന്നത്? സന്തോഷം മുസ്തഫ. എന്തൊരു സന്തോഷം ഹാഷ്മിക്ക്. അങ്ങനെ എന്റെ നാവിലേക്കൊന്ന് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്താ? ഇവിടെ എന്നോട് ഇപ്പൊ തള്ളിപ്പറയണം പിണറായിയെ എന്നാവശ്യപ്പെടുന്ന നിങ്ങൾ എന്തേ സുധാകരനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? കിടക്കട്ടെ. തൃശ്ശൂരിൽ ജനാധിപത്യം. ജ്യോതികുമാറെ, നിങ്ങൾ ഈ നടപടി എടുത്തിട്ടില്ലെങ്കിൽ മധു കൊല്ലന്നൂരിനെ പോലെ, ലാൽജിയെ പോലെ, ഹനീഫയെ പോലെ ഇപ്പൊ അവിടെ കൊലപാതകം നടക്കും. നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട്, ഈ വലിയ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഈ സമീപകാലത്ത് 3 കൊലപാതകങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാർ പരസ്പരം നടത്തിയ ജില്ലയാ തൃശ്ശൂര്. അതുകൊണ്ട് വീണ്ടും കൊലപാതകം നടത്താതിരിക്കണമെങ്കിൽ മറുപടി ഇപ്പൊ CPM എന്താ പറയുക? 2019 അല്ല, പറഞ്ഞു തീർക്കട്ടെ. അവരെത്ര സമയം എടുത്തിട്ടാ നിങ്ങൾ 3 പേരും കൂടി പറയുന്നത്? അത് പറഞ്ഞു തീർക്കട്ടെ. പിണറായിയുടെ മനോനില പരിശോധിക്കണം. ഈ പിണറായി നേതൃത്വം നൽകിയിട്ട 2019 തിരിച്ച് അടിയിൽ നിന്ന് ഞങ്ങൾ 2020-ലും 2021-ലും കേരളത്തിൽ തിരിച്ചു വന്നത്. ഇതേ പിണറായി, ഇതേ ശൈലി എന്തെങ്കിലും മാറ്റിയിരുന്നോ? ഇന്നത്തെ ശൈലിയിൽ നിന്ന് വലിയ പുറകോട്ട് പോക്കൊന്നും ഉണ്ടായിരുന്ന ഒരു പിണറായി അല്ലല്ലോ 2021-ലും 2019-ലും. ഈ ശൈലി വെച്ചിട്ട് ഇവിടെ ഇപ്പോ ജ്യോതികുമാർ പറഞ്ഞതുപോലെ ഇതേ മനോനില വെച്ചിട്ട് അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ വിജയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായിയെ കുറിച്ചിട്ട് വലിയ ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. പിണറായിയെ വിമർശിക്കാനുള്ളിടത്ത് ഇപ്പോ നിങ്ങൾ ഹാഷ്മി വെള്ളിയാഴ്ചത്തെ മിനിഞ്ഞാന്നത്തെ നിങ്ങളുടെ ഒരു വാർത്താ ബുള്ളറ്റിൻ കാണിക്കാൻ തയ്യാറുണ്ടോ? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച നടന്നു. എന്താ നിങ്ങൾ കൊടുത്ത തലക്കെട്ട്? CPM സെക്രട്ടേറിയറ്റിൽ വിമർശനം എന്നാണ്. സംസ്ഥാന ഭരണത്തെക്കുറിച്ച് ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM സെക്രട്ടേറിയറ്റിൽ വിമർശനം. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആര് ഇരിപ്പുണ്ട്? പിണറായി ഇരിപ്പുണ്ട്. ആ പിണറായി യോഗത്തിലേക്ക് പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞത് CPM യോഗത്തിൽ വിമർശനമെന്ന്. അപ്പൊ പിണറായിയെ ഇരുത്തിയിട്ട് സാധാരണ സെക്രട്ടറിയിൽ വിമർശനം ഉണ്ടായെന്ന് അങ്ങനെ തുറന്ന് സമ്മതിക്കാത്തതാണ് പാർട്ടി അംഗങ്ങൾ. ഒരുപാട് പഴയതല്ല. അല്ല, ശരിയാണ്, അതുണ്ടായി. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ നിങ്ങൾ ആര് പറഞ്ഞു എന്നാ സാധാരണ ചോദിക്കുക. അപ്പം മുസ്തഫ സമ്മതിക്കുന്നു അങ്ങനെ വിമർശനം ഉണ്ടായി. സന്തോഷം. അങ്ങനെ വിമർശനം ഉണ്ടാവണമെന്നേ. അങ്ങനെ വിമർശനം ഉണ്ടായാൽ മാത്രമേ ഏതു പാർട്ടിയും മുന്നോട്ട് പോകൂ. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വാർത്ത ഞാൻ ഉദ്ധരിച്ചാൽ അത് ഞാൻ സമ്മതിക്കലല്ല. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്ത ഏതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ട്. അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ജ്യോതികുമാർ ചാമക്കാല ഇവിടെ 2019 മുസ്തഫ പറയുകയാണ് 2019 അവർ പരാജയപ്പെട്ടതുപോലെ അതിനുശേഷം വരും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM-ന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചോ സംഘടനാ ശരീരത്തെക്കുറിച്ചോ ആർക്കും സംശയമില്ലോ. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ അറിയാം. ഇപ്പം ശബരിമലയിൽ നയം തിരുത്തിയെന്നറിയുമ്പോഴേക്കും വീട് കയറാൻ അറിയാം. വീട് കയറി ഞങ്ങൾക്ക് പറ്റിയത് സംഭവിച്ചത് എന്താണ് എന്ന് പറയാനറിയാം. ജനത്തെ കാണാൻ അറിയാം. അതിനുള്ള സംഘടനാ സംവിധാനം, മെഷീൻ, അല്ലാതെ ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പാർട്ടിയല്ല CPM. ചാമക്കാല തിരിച്ചു വരും CPM.
ഹാഷ്മി, 2019 പരാജയപ്പെട്ടതിന് ശേഷം 2021 തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ചാണ് അഭിവന്ദ്യനായ തിരുമേനി മാർ കൂർലോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഈ പറയുന്ന സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്, അല്ലേ? അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല ആരും. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മനോനിലയെക്കുറിച്ച് പറഞ്ഞത്. ആ മനോനിലയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മറ്റെന്തോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറഞ്ഞു പോകേണ്ടി വരും. അവർ ഞങ്ങളുടെ പാർട്ടിക്കകത്താണെന്നെങ്കിലും വെച്ചോളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള ഒരു മത മേലധ്യക്ഷനെ സംബന്ധിച്ച്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, MM മണി മൈക്ക് വെച്ച് കെട്ടി പുലഭ്യം പറയുന്നതല്ല ആർക്കെതിരായിട്ടാണ്? അതാ എന്ത് മനോനിലയാണ്? പോട്ടെ, മുഖ്യമന്ത്രി നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നത് എന്ത് മനോനിലയുടെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി പരനാറി എന്ന് വിളിക്കുന്നത് എന്ത് മനോനിലയുടെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി കുലംകുത്തി എന്ന് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതൊക്കെ മനോനിലയുടെ പ്രശ്നമാണെന്നേ. ആ മനോനിലയെ സംബന്ധിച്ച് നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല മുസ്തഫ. അത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല മുസ്തഫ. ഇത് എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയാണ് മുസ്തഫ വീണ്ടും ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ മുസ്തഫയ്ക്ക് താങ്കൾ അവകാശപ്പെട്ടതുപോലെ പാർട്ടി ഫോറത്തിൽ പറയാൻ അവസരം കിട്ടുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പറയണം. മുഖ്യമന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രിയുടെ ഇതാ ഇപ്പോൾ തന്നെ പല ചാനലുകളിലും സ്ക്രോൾ പോകുന്നുണ്ട്. CPI സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നുള്ള മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനത്തെ സംബന്ധിച്ച് ഞാൻ എന്തായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ അദ്ദേഹം വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഞാൻ എന്തായാലും അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണമല്ലോ. ഈ എന്താ പറയുന്നത്, നമ്മുടെ സന്ദീപ് വാര്യർ അദ്ദേഹം പറയുന്നു, നമ്മളിപ്പോൾ താങ്കളൊരു നമ്മുടെ V മുരളീധരൻ്റെ ഒരു ഇത് കാണിച്ചു. അദ്ദേഹം ഈ പറയുന്ന ജോർജ് കുര്യൻ മന്ത്രിയായതുമായി ബന്ധപ്പെട്ട് ശ്രീ V മുരളീധരൻ്റെ പ്രതികരണം വന്നു. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് താങ്കൾ സംസാരിക്കുകയും അതിന് ശ്രീ സന്ദീപ് വാര്യർ മറുപടി പറയുകയും ചെയ്തു. ഞാൻ അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾ ആ ഒരു പ്രാതിനിധ്യത്തിലേക്ക് ചുരുക്കുകയാണോ ഈ പറയുന്ന ജോർജ് കുര്യനെ അങ്ങനെ ചുരുക്കേണ്ട ആളാണോ? ജോർജ് കുര്യന് ആ പാർട്ടിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങൾ ആ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് നേരത്തെ അൽഫോൻസ് കണ്ണന്താനത്തിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നതും മന്ത്രിയാക്കിയതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സഹപ്രവർത്തകനായി നിൽക്കുന്ന ജോർജ് കുര്യനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്, അദ്ദേഹത്തിന് ആ പരിഗണനയാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന നിങ്ങളുടെ മനോനിലയും ചാമക്കാല പുറത്തു വരികയാണ്. താങ്കളുടെ ആ നിലപാട് ഞാൻ യോജിച്ചു. പക്ഷേ സന്ദീപ് ചോദിച്ച മറുചോദ്യമുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മതം പറയാതിരിക്കുകയായിരുന്നു, നമ്മൾ സമുദായം പറയാതിരിക്കുകയായിരുന്നു, ഈഴ വോട്ടുകൾ അങ്ങോട്ട് മുസ്ലിം വോട്ടുകൾ നമ്മൾ ചോദിക്കാതിരിക്കുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ മുന്നണികൾ മതം നോക്കാതെ ജാതി നോക്കാതെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ടോ? അങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് പറഞ്ഞാണ് മുരളീധരൻ. ഞാനത് പറയട്ടെ, നമ്മൾ ആരും അങ്ങനെ പാടപ്രാവൽ ചമയേണ്ടവരല്ലോ. എല്ലാവരും ഇതൊക്കെ നോക്കി തന്നെയല്ലേ ചെയ്യുന്നത്. മുരളീധരൻ അദ്ദേഹത്തിന് നിഷ്കളങ്കത കൊണ്ട് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഹാഷ്മി ഞാനൊന്ന് പറയട്ടെന്നേ, താങ്കളൊന്ന് കേൾക്കൂ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞത് സ്വാഭാവികമാണ്. ചാനലുകളിൽ ഉൾപ്പെടെ നിങ്ങളുടെ അവലോകനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിറ്റ് പോൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പോൾ നടത്തുമ്പോൾ അവിടെ ഇത്തരം ജാതീയമായ ചരിത്രത്തിനെ കുറിച്ചും കൺസോൾട്ടേഷനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരത്തെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുമായിരുന്നു, ഇപ്പോൾ പരസ്യമായി പറയാറുണ്ട്, ചാനലുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ ഞാൻ സംസാരിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിലെ ഒരു പ്രതിനിധിയെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യിച്ച ഇന്ത്യൻ ക്യാബിനറ്റിലേക്ക് വന്ന ഒരു ജനപ്രതിനിധി, അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ഒരു BJP നേതാവ് പറഞ്ഞതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തർക്കമുണ്ടോ? അപ്പോൾ അതും ഇതും രണ്ടാണ്. പൊതു സൈക്ക് ഇപ്പൊ മലപ്പുറത്ത് ഒരു ഹൈന്ദവ സ്ഥാനം നിർത്താൻ ആരും ആലോചിക്കില്ല. BJP ആലോചിച്ചു ഇത്തവണ? ഇല്ലല്ലോ, ആലോചിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി തന്നെയാണെന്ന് എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം ഇതൊക്കെ നോക്കി തന്നെയാണെന്ന് എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത്, വോട്ട് ക്യാമ്പ്, ഇതൊക്കെ എല്ലാ ചാമക്കാലെ പോലെ ഇലക്ഷൻ രംഗത്ത് ദീർഘകാലം പരിചയമുള്ള ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചാമക്കാല? അല്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ജോർജ് കുര്യനെ പോലെ ഒരാൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് ഈ പരിഗണനയിലൂടെ മാത്രമാണ് എന്ന് BJPയുടെ മന്ത്രി കൂടിയായിരുന്ന ശ്രീ മുരളീധരൻ സമ്മതിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ശ്രീ സന്ദീപ് വാര്യർ ചോദിക്കുന്നത് റിസൾട്ട് വന്നപ്പോൾ ആർക്ക് ആവേശം, എന്തിനാവേശം എന്നൊക്കെ ചോദിക്കുകയാണ്. അദ്ദേഹം CPM ചോദിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു വന്നത് ഞങ്ങൾ
ഇവരിവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? CPM-നെ സംബന്ധിച്ച് 4 പേര് ഒരു ഓട്ടോറിക്ഷ കയറാനുള്ളവർ വേണോ, 40 പേര് കയറാനുള്ള ബസ്സിലുള്ളവർ വേണോ, 400 പേര് കയറുന്ന ട്രെയിനിലുള്ളവർ വേണോ എന്നാണ്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അവരെന്താണ് പ്രതീക്ഷിച്ചതെന്നും താൻ ദൈവദൂതനാണെന്നും താൻ എന്താ കർത്തവ്യപഥത്തിൽ വെച്ച് അന്ന് വൈകുന്നേരം തന്നെ പറ്റിയാൽ സത്യം പറഞ്ഞു ചെയ്ത് അധികാരം ഏറ്റെടുക്കുമെന്നൊക്കെ വീമ്പിളക്കി ഹുങ്കിളക്കി പിന്നെ എന്താ ആ വലിയ പിന്നെ കർത്തവ്യപഥ എന്ന് പറയുന്ന വീഥിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചവരല്ലേ? എവിടെ പോയിരുന്നു? ഏറ്റവും അവസാനം ഇന്ത്യ മുഴുവൻ കണ്ടതല്ലേ? പിന്നെ എന്താ പറയുന്നത്, അമേത്തിയിൽ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ? എവിടെ പോയി അവർ? ഒരു മുസ്ലിം അക്കോമഡേഷന് വേണ്ടി എന്നെ മാറ്റി, അത് തോൽവി ഉണ്ടാക്കി എന്ന് മുരളീധരൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാന്നേ ചാമകല. ഞാൻ തിരികെ വളരെ